അമ്മണി 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 പറയൂ, നീ ചേട്ടനോട് പറഞ്ഞു. ഞാൻ നിന്നോട് ക്രൂരമായി പെരുമാറി, എനിക്കൊരു സമാധാനവുമില്ല. ശാസിച്ചത് എന്റെ ചേട്ടനല്ലേ, എന്റെ നന്മയ്ക്കല്ലേ. ഞാൻ ചേട്ടനെ വിഷമിപ്പിച്ചില്ലെന്നോർത്ത് കരഞ്ഞു പോയതാണ്. ചേട്ടൻ എഴുന്നേൽക്കും. നീ ലോകം കണ്ടത് എന്റെ കണ്ണിൽ, പിച്ച വെച്ചത് ഈ കയ്യിൽ തൂങ്ങി. നീ കൊഞ്ചാൻ പിടിച്ചത് ഞാൻ ചിലയ്ക്കുന്നത് കേട്ട്. അമ്മണി, ഞാൻ തെറ്റിദ്ധരിച്ചാൽ നിന്റെ മനം നീറുന്നതാണോ തെറ്റ്? സകല സുഖങ്ങളും ഹോമിച്ച് എനിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയല്ലോ. അമ്മണി, എന്റെ സകല തെറ്റുകൾ പൊറുക്കണേ. ഇത് പൊന്നു ചേട്ടൻ കറിയല്ലേ, വരണം. എടാ പപ്പു, അവള് വന്നോടാ. ഞാൻ അങ്ങനെ പോയടാ. ഫസ്റ്റ് ക്ലാസ് ബിരിയാണി, മൂക്കുമുട്ട അടിച്ചു, അതിന്റെ കൂടെ സ്വല്പം എന്ത് കരുതാന്നറിയാവോ? എന്റെ തവള താഴത്ത് എന്തോന്ന് ചെയ്യുന്നു. അവൾ ഇപ്പ വന്നേക്ക്, അതിനുമ്പ് നീ പിറ്റോ. ഉറങ്ങിയില്ലല്ലോ, വന്നത് വെറുതെ ആകുമോന്ന് ഭയന്നു. ആ കുറുപ്പോ, ഇരിക്കണം. ഇന്ന് അമ്മണിയെ കണ്ടില്ല. എന്താ അപ്പൂന് വല്ല? കുറുപ്പേ, ഇന്നവൾ വരാത്തത് എന്റെ തെറ്റാണ്. ആശുപത്രിയിൽ പോകണമെന്ന് വിചാരിച്ച് പിടിച്ചു നിർത്തിയതാണ്. നാളെ മുതൽ. അത് കൊള്ളാം. അല്ല, 2 ദിവസം വന്നില്ലെങ്കിലും ഒന്നും ഉണ്ടായിട്ടല്ല. കാണാത്തതുകൊണ്ട് സൂക്കേട് കൂടുതലാണോ എന്ന് ഭയന്നു. ഇതാ അപ്പു, ഉറങ്ങാൻ പതിവായി ഇത് കഴിച്ചാൽ കൊള്ളാം കേട്ടോ. നിത്യവും കൊടുക്കണം. അയ്യോ, ഇതൊക്കെ എന്തിനാണ് കുറുപ്പേ? ചെയ്തു തരുന്ന സഹായങ്ങൾ തന്നെ. ഓഹോ, പറയത്തക്കതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പു, കൂടെ 2 പേരുണ്ട്, വെളിയിൽ കാത്തു നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങട്ടെ. അപ്പോ നാളെ വരുമല്ലോ? നിശ്ചയമായും വരും. മറിക്കോ മറിക്കോ മറിക്കോ. നിന്നെ വിടുകലേ, മർമ്മ തെട്ടി ഞാൻ ഇടിച്ചുകളയും. അപ്പൊ നീ വരുവാ വരുമ്പോ ഞാൻ മാറും. ഞാൻ മാറിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പിടിച്ചു വിടലേ. പിടിച്ചോ, ആ സമയത്തൊട്ടല്ല ഞാൻ അങ്ങനെ വന്ന് ഒരുക്കണ്ടോ. പണിക്കുവേണ്ടി തടക്കരുത്, ഞാൻ തയ്യാറെടുക്കുകയാണ്. നോക്കിക്കോ, അവനെന്റെ കയ്യിൽ കിട്ടിയാ പൊടിച്ച് ചാമ്പരാക്കി കളയും. പിന്നെ സരസു, എനിക്കിന്ന് മുട്ടയും പാലും വേണം. ഉച്ചയ്ക്ക് കോഴിയിറച്ചി, രാത്രി ബദാം അരച്ചത്. കഴിയുമത്ര നിസ്സാരമല്ല. മുട്ട, ബദാം, കോഴി എന്നൊക്കെ പറഞ്ഞാൽ മതിയോ? ഇന്ന് കഞ്ഞി വെക്കാൻ അരിയില്ല. വീട്ടുടമസ്ഥൻ വന്ന് വാടക ചോദിക്കുന്നു. വല്ലതുമുണ്ടെങ്കിൽ തന്നെ, പിന്നെ കസർത്തെടുക്കാം. അപ്പോഴൊന്നുമില്ലേ? എന്റെ അടുത്ത് 4 അണയുണ്ട്. എന്നാൽ ഇന്ന് വായു ഭക്ഷണം തന്നെ. ആ രാക്ഷസനോട് മല്ലിടാൻ വായു ഭക്ഷണോ? ബാബു, ഒന്ന് നിൽക്കണേ. എന്തു വേണം? ഇന്നലെ ബാബു വീട്ടിൽ വന്നപ്പോ ഞാൻ പോണമെന്ന് പറഞ്ഞു. എനിക്ക് വരാൻ പറ്റിയ സമയമല്ലായിരുന്നു. അല്ലായിരുന്നു, സത്യത്തിൽ. ആ വാക്കുച്ചരിക്കാതെ. സമയം നോക്കി വന്ന് ആരോ അന്നേരം അകത്തുണ്ടായിരുന്നു അല്ലേ? ബാബു, എന്തൊരു സ്നേഹം! കാഴ്ചയിൽ ശീലാവതി, കരളിനകം വിഷവും. വിഷമോ? ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കണ്ട. ഈ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ആ പാച്ചുക്കുറുപ്പ് അർദ്ധരാത്രിയിൽ അവിടെ നിന്ന് ഒളിച്ചും പതുങ്ങി ഇറങ്ങി പോകുന്നത്. നീ കൊഞ്ചിക്കുഴഞ്ഞു വന്ന് യാത്ര അയക്കുന്നു. എന്നിട്ട് ഞാൻ കൊഞ്ചിക്കുഴഞ്ഞു. ആ ദ്രോഹിയെ ഞാൻ എന്തുമാത്രം വെറുക്കുന്നുണ്ടെന്ന്. പച്ച കള്ള. വെറുത്തിരുന്നെങ്കിൽ അവനെ തൊഴിച്ചു പുറത്താക്കാത്തതെന്ത്? അർദ്ധരാത്രി അവൻ വന്നത് എന്തിന്? ഇഷ്ടമില്ലാതെയാണ് വരുന്നതെങ്കിൽ അത് തടയണമെന്ന് എന്നോട് പറയാത്തതെന്ത്? എങ്ങനെ പറയും?
മതി. എന്റെ എടുത്തുചാട്ടത്തിനുള്ള സമ്മാനം മുഖത്തടിച്ചതുപോലെ എനിക്ക് കിട്ടി. ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞതവൻ നിന്നോട് അനുകമ്പ കാണിച്ചതിന്, അന്ധമായി സ്നേഹിച്ചതിന് എനിക്ക് ഈ ശിക്ഷ കിട്ടണം. നിന്നെ എന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയതിന് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. പണം കിലുങ്ങുന്ന ശബ്ദം കേട്ടാൽ എന്തിനി പറയുന്നു? എന്തും പറയാമെന്നോ? എന്റെ സമാധാനം കേട്ടിട്ട് അത് നിന്റെ കാമുകനില്ലേ? ആ കുറുപ്പിനോട് ചെന്ന് പറ. ബാബു, അമ്മണി, എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്? വരൂ കുഞ്ഞ്. അമ്മേ, ബാബു എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നെ ദയവില്ലാതെ ശകാരിച്ചു. അവൻ ശകാരിച്ചോ? എന്തിനു മോളെ? ഞാൻ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ചെറുപ്പക്കാരങ്ങനൊക്കെയാണ്. അവനും ഒരു പാവമാ മോളെ. ഞാൻ അവനോടെല്ലാം പറയാം. നീ സമാധാനമായി പോകും.